അലീം. അപ്പോൾ അലീം അലീം ആലിം എന്ന വാക്കിനേക്കാൾ പ്രൗഢമായ പ്രയോഗമാണ് അലീം. അപ്പോൾ വലിയ വിജ്ഞാനികളായ ജ്യോത്സ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഒരായത്ത് ഇങ്ങനെയാ, വേറൊരായത്ത് ഒരിടത്ത് സാഹിർ എന്നാണ്, ഒരിടത്ത് സഹാർ എന്നാണ്. ഒന്നും കൂടി സൂപ്പർലേറ്റീവ്. മഹാജ്യോത്സ്യൻ, ജ്ഞാനിയായ മഹാജ്യോത്സ്യൻ ഞാൻ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് ഫിർഔൻ. എല്ലാവരെയും കൊണ്ടുവരുമെന്ന് പറയുന്നു. അവരോട് എതിരിടുകയാ സയ്യിദുനാ മൂസ. അപ്പോൾ കാലോചിതമായ അവരുടെ കഴിവിനെ മറികടക്കാതെ ദഅവത്ത് ഏൽപ്പിക്കാൻ കഴിയില്ല. അതാണ് ഫഅറാഹുൽ ആയത്തുൽ കുബ്രാ. എല്ലാ നബിമാർക്കും ആയത്തുൽ കുബ്രയുണ്ട്. മൂസാ നബിയുടെ ആയത്തുൽ കുബ്ര ഇങ്ങനെയാണ്, അസ്വാ മൂസ, സയ്യിദുനാ മൂസ പടി. അത് തന്നെ ഹയ്യത്തുൽ ഖുസ്റാൻ എന്ന് പറയുന്നുണ്ട്, പാമ്പ്. ഒരു സ്ഥലത്തോ ഫുർബാനും മുബീൻ, ഒരു സ്ഥലത്ത് പാമ്പ് എന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് മൂർഖൻ പാമ്പ് എന്ന് പറയുന്നു. ഈ വടി മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിനെന്താ മനസ്സിലായത്? ഒരിടത്ത് പാമ്പാണ്, ഒരിടത്ത് മൂർഖൻ പാമ്പാണ്. എന്തായാലും മനസ്സിലാവുന്നത്, എതിരാളിക്കനുസരിച്ച് പാമ്പ് വലിയതാവും. ചിന്തിക്കണം. എതിരാളിയിൽ നിന്ന് നമ്മൾ 10 മണിക്ക് പോയാൽ പിന്നെ സത്യം ഇവിടെ ഏൽപ്പിക്കാൻ കഴിയില്ല. ഒരിടത്ത് ഹയ്യത്തുൻ തസ്റാ, ഒരിടത്ത് ഫുർബാനും മുബീൻ. പാമ്പ് നീർക്കൊലിക്കും ഹയ്യത്ത് എന്ന് പറയും. നീർക്കൊലി എന്ന് പറയും. ഹയ്യത്ത് ലോക്കൽ പാമ്പിനും ഹയ്യത്ത് പറയും. ഫുർബാൻ അങ്ങനെയല്ല, ഫുർബാൻ കട്ടിയുടെ സാധനം. കാരണം ഈ പാമ്പ് മൂർഖൻ പാമ്പാവും, ഈ വടി മൂർഖൻ പാമ്പാവുന്നത് എന്തുകൊണ്ട്? അതിന്റെ മുന്നിൽ ആജാതി സാധനം ഉണ്ടാവും. വിഷമില്ലാത്ത എതിരാളിയാണെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണ്, വിഷമുള്ള എതിരാളിയാവുമ്പോൾ വിഷമുള്ള പാമ്പാണ്. നിങ്ങൾ ഇവിടെ ചിന്തിക്കണം, എതിരാളിയുടെ മുന്നിൽ, എതിരാളി എല്ലാ കാലത്തും ഉണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ സൂചിപ്പിച്ചല്ലോ, എതിരാളി എന്നും സത്യത്തിന്റെ മേൽ വിജയിക്കുന്നവരുണ്ടാകുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അങ്ങനെ വിജയിക്കാന്ന് പറയും. വിജയിക്കണമെങ്കിൽ പരാജയപ്പെടുന്ന എതിർച്ചയിലുണ്ടാവും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ സത്യത്തിന്റെ മേൽ വിജയികൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്തുകൊണ്ട് സത്യത്തിന് മേൽ, സത്യത്തിന്റെ പക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്ന ആളുകൾ അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. പരാജയപ്പെടുത്താൻ വേണ്ടി അപ്പുറത്തെ ആളുണ്ടാവും. അപ്പോഴല്ലേ ഇവിടെ വിജയി എന്ന് പറയുന്ന അർത്ഥമുള്ളൂ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അതാത് കാലഘട്ടത്തിന്റെ രീതികളോട് സംവദിച്ച് ജയിക്കാൻ കഴിയും. ഈ രീതിയല്ല ഈസ നബിയുടെ രീതി. സയ്യിദുനാ ഈസ യുദ്ധമില്ല, പാമ്പില്ല, ഒന്നുമില്ല. പിന്നെന്താ? പിന്നെ ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗത ബിഇദ്നില്ലാഹ്. അവിടുത്തെ വിദ്യ എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിപ്പിക്കൽ. ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗത ബിഇദ്നില്ലാഹ്. മരിച്ചവരെ വരെ ജീവിപ്പിക്കും സയ്യിദുനാ ഈസ.
എന്തുകൊണ്ട്? വൈദ്യശാസ്ത്രം പുത്തൻ മേഖലകൾ തേടുന്ന കാലഘട്ടത്തിലാണ് സയ്യിദുനാ ഈസ. ചിന്തിക്കണം. അവിടെ പിന്നെ വൈദ്യനായ നബിയാണ് വേണ്ടത്, യോദ്ധാവിനെ. എന്നാൽ BC 1000 വേറെ ഒരാളാ സയ്യിദുനാ സുലൈമാൻ. അത് വേറെ ഒരാളാ. ആ ആളാരാ? ആ ആൾ പടക്കൂട്ടങ്ങളുടെ രാജാവ്. പട നടത്താനോ ഷാമിലും യമനിലുമുള്ള നേതരം കുതിരപ്പുറത്ത് കയറിയിട്ട് മിന്നുന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാ സയ്യിദുനാ സുലൈമാൻ. അപ്പോൾ പിന്നെ വേറെ രീതിയാണ്. അതിനേക്കാൾ വലിയ കഴിവുള്ള ولسليمان الريح عاصفة تجري بأمره. കാറ്റിനെ വാഹനമാക്കി സയ്യിദുനാ സുലൈമാൻ. അല്ലാഹു തആല നമുക്ക് ആ മഹാന്മാരുടെ ബർക്കത്തുള്ള അല്ലാഹു നമ്മളെയും സത്യത്തിന്റെ പക്ഷത്തിൽ വിജയിച്ചു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ രീതി ഒന്നുമല്ല ഹബീബ നബിയുടെ, എല്ലാ മുസ്തഫ നബിയുടെ കയ്യിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒന്നുമല്ല ഫസാഹത്ത്. എന്തുകൊണ്ട്? فنبكي من ذكرى حبيب ومنزلي بسقط اللواء بين دخول فحوملي طولها فالمقراط لم يعفر اسمها لما نسجتها من جنوب وشمال رباعر الآرام في عرصاتها وقيانها كأنه هب فلفل كأني غداة البين يوم تحمل لدى سامرات الحي نقف حنظلي. ഫസാഹത്തിന്റെ കവിതകളുടെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി. അറേബ്യൻ കാറ്റിലെ പോലും കവിതയുടെ ശബ്ദമുണ്ടായ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി. എന്റെ കൂടെ അങ്ങനെ വരണം. ഈ രാത്രി നമുക്ക് ഹയാത്താക്കി കുറച്ചു നേരം പറഞ്ഞാലും ഈ രാത്രി ഹയാത്താക്കിയ മുഅ്മിനീങ്ങളെ കൂലി കിട്ടണം. ഇൽമുമായി ബന്ധപ്പെടുന്നവർക്ക് രാത്രി ഹയാത്താക്കിയ കൂലി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മടങ്ങി പോകുന്നവരെ ലക്ഷ്യം ഒന്നുമില്ല, ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനാണ്. ആരും പേടിക്കണ്ട, ആരും ബേജാറാവണ്ട. ഇതിന് റബ്ബിന്റെ ദീനല്ലാതെ ഒരു ലക്ഷ്യമില്ല, ഒന്നുമേ. ഈ സമരത്തിൽ നമ്മൾ എവിടെത്തിയാലും അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിലാവണം എന്നേ ഉള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അറേബ്യൻ കാറ്റിന് പോലും സാഹിത്യത്തിന്റെ മർമ്മരമുള്ള കാലഘട്ടത്തിലാണ് അഫ്സഹുൽ അറബ് അഫ്സഹുദ് ദുനിയാ മുഹമ്മദ് നബി. അവിടുത്തെ ഏറ്റവും വലിയ മാറ്റത്തെ ഖുർആൻ. എന്തായാലും മാത്രം സാഹിത്യം ഏറ്റവും വലിയ സാഹിത്യകാരൻ വീണുപോയി. 6ാമത്തെ ആയത്തിൽ ഒരായത്തിൽ കാപ്സൂളിന്റെ വലിപ്പമുള്ളൂ. ഇത്രയാണ് 6ാമത്തെ ആയത്തിൽ അങ്ങോട്ട് വീണു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കാം. ഒരാൾ ഇങ്ങനെ വന്നു, അത് വലിയ സാഹിത്യമാണ്. ഹബീബ നബി ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ നോക്കി ഓതി തുടങ്ങി റസൂലുള്ളാഹി. മഗ്രിബ് നിസ്കരിക്കുന്നത് കേട്ടോളൂ. طوري وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع. واقع എന്ന് പറഞ്ഞപ്പോഴത്തേന് ആറാമത്തെ ആയത്തിൽ ആര് അറബ് ലോകം കണ്ട വലിയ സാഹിത്യകാരൻ വലിയ മുസ്ലിം. 6ാമത്തെ ആയത്തിൽ ഇത്രയുള്ളൂ. വത്തൂരി ഒരായതാണ്, വകിതാബി മസ്തൂർ 2ാമത്തെ ആയത്താണ്, ഫീ റഖ്ഇൻ മൻശൂർ 3ാമത്തെ ആയത്താണ്. കഴിഞ്ഞു. വൽ ബൈത്തുൽ മഅമൂർ 4ാമത്തെ ആയത്താണ്. പിന്നെയോ സഖഫിൽ മർഫൂ വൽ ബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. اللهم بلغ منا السلام إلى حبيبنا المصطفى. اللهم بلغ منا السلام إلى حبيبنا المصطفى. اللهم بلغ منا السلام للروضة الشريفة إلى حبيبك المصطفى.
البدر علينا من ثنيات الوداع وجب الشكر علينا ودعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ഇങ്ങനെ ഒരു ജനത നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ക്ലാസ്. ഒരു ലക്ഷ്യം ഒന്നുമില്ല. ഓതാൻ പോകാൻ മടിച്ചിരുന്ന കാലത്ത് നീ ഓതാൻ പോകുക നിന്നോട് പറഞ്ഞത് കഴിഞ്ഞ അസ്റിലെ വലിയായ ഈ കെ ഹസൻ മുസ്ലിയാരാണ്. ആ മനുഷ്യന്റെ കൽപ്പനയുടെ ബർക്കത്തല്ലാതെ ഈ ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ ഒന്നുമില്ല. ആ പോതാൻ പോകാൻ വേണ്ടി പറഞ്ഞു, എനിക്കതിൽ താല്പര്യം ഉണ്ടായില്ല. അമ്മാവനും പറഞ്ഞു, എനിക്കും താല്പര്യം ഉണ്ടായില്ല. അന്ന് വീട്ടിൽ നാട്ടിൽ വേദന വന്നപ്പോൾ വിരുന്ന് വന്നു കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വലിയായ ഈ കെ ഹസൻ മുസ്ലിയാർ ആ മനുഷ്യൻ